നമ്മളെ കയ്യിൽ അവരുടെ വരുമാനം മാത്രമേ ഉള്ളൂ. ഉപ്പൻ്റെത് നിന്നു, ചികിത്സിക്കണം, വീട് കഴിയണം. അപ്പം ഞാൻ പറഞ്ഞു മകളെ എടുത്ത് നമുക്ക് വയനാട്ടിലേക്ക് പോവുക. ഈ കോഴിക്കോട് അത്രയേറെ ബുദ്ധിമുട്ട് ഈ നായനെ കൊണ്ടല്ലേ. കോഴിക്കോട് സിറ്റ് നമുക്കൊരു വീട് വാങ്ങണമെങ്കിൽ 10-30,000 രൂപ കൊടുക്കണം. ആ രോഗം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ സമയത്താണ് ഞാൻ പോയത്. ഞാൻ ടീച്ചറെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, രോഗിക്ക് ഉറങ്ങാനാന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഇത്ര രീതിയിലേക്കൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സ് വിഷമിപ്പിക്കാന്ന് പറയാൻ നീയൊക്കെ എവിടെ പോയി തീർക്കോടാ ഈ പാപമൊക്കെ? ഈ റോയിയോട് പറയുന്ന നായനോട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ നായക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നീയൊക്കെ മനുഷ്യനാണോടാ? അറിയാൻ പാടില്ല ചോദിക്കുക. ഒരു മനുഷ്യനാണോ നീയൊക്കെ? ഒരു രോഗിയെ പോലും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാത്ത ലെവലിലേക്ക് ഒരു നായനെ വെച്ച് അവിടെ ഒന്ന് ഒഴിവായി കൊടുത്തുള്ളതാണ് നിനക്കൊക്കെ. മനുഷ്യനെ ദ്രോഹിക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഒരു മൃഗസ്നേഹവും കൊണ്ടുപോകാൻ സാധിക്കില്ല. വെടിവെച്ച് കൊല്ലണം. ഈ റോയിക്ക് മൃഗങ്ങളോടാണും സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ റോയിക്ക് മൃഗങ്ങളോട് സ്നേഹമില്ല, മനുഷ്യരോട് സ്നേഹമില്ല. വളരെ വൃത്തികെട്ട മനസ്സിനുടമയാണ് ആള് എന്നാണ് നമുക്ക് കേട്ടതിലൊക്കെ മനസ്സിലാകുന്നത്. നിങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ട് മര്യാദക്കൊന്ന് കിടന്നുറങ്ങാൻ സ്വന്തം വീട്ടിൽ പറ്റിയോ? ഇല്ല. അത് വലിയ സങ്കടമല്ലേ ശരിക്കും? അതുകൊണ്ട് തന്നെയാണ് പോരാട്ടം തുടരുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഇനി ഒരു കുടുംബത്തിലേക്ക് ഈ ഒരു സങ്കടം എത്തരുത്. അത്രയേറെ വിഷമത്തിലായിരിക്കും നമ്മളുടെ മുന്നിലടക്കം വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ മരണപ്പെട്ട് നിങ്ങൾ വിട്ടോ? അവരെ വിട്ടോ? മരണപ്പെട്ടു, എന്നിട്ട് അവരെ കുടുംബത്തെ വിടുന്നുണ്ടോ നിങ്ങൾ? ഈ വിഷയത്തിൽ ഇടപെടുകയും നിയമ പോരാട്ടങ്ങൾക്ക് ഈ പാവപ്പെട്ട ഉമ്മയുടെ കൂടെ ശക്തമായി നിലകൊള്ളുകയും വേണം. തീർച്ചയായിട്ടും ഇത് പലർക്കും ഒരു പാഠമാണ്.